സെറ്റ് മുണ്ട് ഇതുപോലെ പിടിക്കുമ്പോഴത്തേക്കും ഏറ്റവും നീളം കൂടുതൽ ഏതാണോ അതായിരിക്കും മുണ്ട് കേട്ടോ. മുണ്ടിൻ്റെ കരഭാഗം ആദ്യം അകത്തോട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇടത് ഭാഗത്തു നിന്നായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അറ്റത്തും ഇതുപോലെ അകത്തോട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ പ്ലീറ്റ് എടുത്തിട്ടായിരിക്കും അകത്തോട്ട് ടക്കിൻ ചെയ്യുന്നത്. ഡബിൾ മുണ്ടാണെങ്കിൽ അതിൽ കൂടുതൽ പ്ലീറ്റ് എടുക്കേണ്ടി വരത്തുള്ളൂ. ഇത് സിംഗിൾ മുണ്ടാണ്. പിന്നെ എൻ്റെ ബ്ലൗസുകളുടെ ലിങ്ക് ചോദിച്ചവർക്ക് വേണ്ടി പറയാനുണ്ട്. ബ്ലൗസ് ഞാൻ എപ്പോഴും മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കൂടുതലും ചെയ്യാറുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് സിബാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഈ നേരിയത് നമ്മൾ സാധാരണ സാരിയുടെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ എടുക്കും. പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ താഴോട്ടും ആ പ്ലീറ്റ് ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അത് കോട്ടൺ ടിഷ്യൂ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ? മുണ്ടും നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. ഓ പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ. എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങൾ സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? ഇതൊന്ന് കെട്ടി തന്നെ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരുമോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ?